പ്രൈം മിനിസ്റ്റർ പറഞ്ഞ എന്താണ്? സ്ട്രേഞ്ച് പീപ്പിൾ ഓൺ ദ റോഡ്, സ്ട്രേഞ്ച് പീപ്പിൾ ഓൺ ദ സ്ട്രീറ്റ്. എനിക്ക് അത്ഭുതം തോന്നി. അവർ ഹോം ഓഫീസിൽ നിന്ന് വിസ ഇഷ്യൂ ചെയ്ത് അവരിവിടെ ആളെ വരുത്തിയിട്ട് അവർ പുറത്ത് റോട്ടിൽ അവരെ കാണാൻ പറയാം, എനിക്കിവരെ അറിയത്തില്ല, ഇവരാരാ, എവിടെ തോന്നുന്നു, എന്ത്. ഇനി യു കെയിലോട്ട് വന്ന പുതിയ തലമുറയ്ക്ക് കൊടുക്കാനുള്ള ഒരു അഡ്വൈസ് എന്ന് ഞാൻ പറയുന്നില്ല, ചേട്ടൻ്റെ ലൈഫിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു പാഠം എന്താണ്? ഇനി യു കെയിലേക്ക് വരാനിരിക്കുന്നവരാണോ അതോ വന്നവർക്ക് ഈ വന്നവരെങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടു പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഒന്ന്, ഇനി വരാനുള്ളവരെന്ന് പറയുമ്പം അവർ വളരെ സൂക്ഷ്മതയോട് കൂടിയിട്ട് ശ്രദ്ധിച്ചൊക്കെ വന്നാലേ അവർക്ക് വരാൻ പറ്റുള്ളൂ, അല്ലാതെ വന്ന് സെറ്റിലാകാൻ പറ്റില്ല. ഒരു ഒഴുക്ക് നിന്നു അല്ലേ. ഇനി ചിലപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞ് കഴിയുമ്പോൾ അത് വീണ്ടും ഒഴുക്ക് വരാം. കാരണം ഇനി എന്തെങ്കിലും ഇവിടെ ഒരു എന്താ പറയുക, പടർന്നു പിടിക്കുന്ന ഒരു രോഗം വന്നിരിക്കട്ടെ, വരാതിരിക്കട്ടെ. എൻ്റെ ദൈവമേ, ഒന്നുകൊണ്ട് നമ്മൾ പഠിച്ചതാ അല്ലേ. എൻ്റെ ദൈവമേ, ഞാൻ പറഞ്ഞ ഒരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. ഈ കോവിഡ് വന്നപ്പോൾ ഇവിടെ എല്ലാവരും പഠിച്ചതല്ലേ. അന്ന് ഈ രാജ്യം മനസ്സിലാക്കി ഇവിടെ ഷോർട്ടേജ്, ഹെൽത്ത് സെക്ടറിലുള്ളവരുടെ ഷോർട്ടേജ്, അതിൻ്റെ പേരിലാണല്ലോ ഈ ജനങ്ങൾ മുഴുവൻ നാനാ രാജ്യങ്ങളിൽ നിന്ന് ഇവിടെ എത്തിയത് അല്ലേ. കാരണം നേഴ്സിംഗ് ഹോമിലും കെയർ ഹോമിലും ഒന്നും വിസ ഇല്ലായിരുന്നിടത്ത് വിസ എല്ലാം ഇഷ്യൂ ചെയ്ത് കൊടുത്തു അല്ലേ. അങ്ങനെ എല്ലാവരും വന്നു, കാരണം ജനങ്ങളെ രക്ഷിക്കാൻ ഇവർ വേണ്ടി വന്നു. ഇതേ ആളുകൾ തന്നെ എന്നിട്ട് എന്ത് പറഞ്ഞു, ഇപ്പോൾ പ്രൈം മിനിസ്റ്റർ പറഞ്ഞ എന്താണ്? സ്ട്രേഞ്ച് പീപ്പിൾ ഓൺ ദ റോഡ്, സ്ട്രേഞ്ച് പീപ്പിൾ ഓൺ ദ സ്ട്രീറ്റ്. എനിക്ക് അത്ഭുതം തോന്നി. അവർ ഹോം ഓഫീസിൽ നിന്ന് വിസ ഇഷ്യൂ ചെയ്ത് അവരിവിടെ ആളെ വരുത്തിയിട്ട് അവർ പുറത്ത് റോട്ടിൽ അവരെ കാണാൻ പറയാം, എനിക്കിവരെ അറിയത്തില്ല, ഇവരാരാ, എവിടെ തോന്നുന്നു, എന്തൊരു മോശത്തരായി പോയെന്ന് എനിക്ക് തോന്നാറുണ്ട് ചിലപ്പോൾ. അപ്പോൾ അതൊന്നും പറയാൻ പാടില്ല. അങ്ങനെ എങ്ങാനും ഒരു സാഹചര്യം ഇനി എങ്ങാനും തിരിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ ഇതേ പ്രൈം മിനിസ്റ്റർ പറയല്ലേ, വരൂ, നിങ്ങൾ എൻ്റെ രാജ്യത്തിലേക്ക് കടന്നു വരൂ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ വാതിൽ തുറന്നിട്ടിരിക്കുന്നത്. കാരണം ഈ അപ്പൂപ്പന്മാരെ അമ്മൂമ്മമാരെയൊക്കെ നോക്കണമെങ്കിൽ ആരുണ്ട് ഇവിടെ? വേറെ വല്ലതും ഉണ്ടോ? ഇല്ല. അപ്പോൾ അവരൊക്കെ അന്നേരം വലിയ എന്താവും മാലാകന്മാരായിട്ട് ഇവർ സ്വീകരിക്കും. ഇപ്പോൾ അതുങ്ങളായിട്ട് എന്തോരം കഷ്ടപ്പെടുത്തുന്നു, എത്ര പേരുടെ വിസ ടെർമിനേറ്റ് ചെയ്യുന്നു, എത്ര അധികം ആളുകളെ തിരിച്ച് നാട്ടിലേക്ക് അയച്ച് പൊക്കോ എന്നാണ് പറയുന്നത്. എന്തിൻ്റെ പേരില്ല? പൊളിറ്റിക്കൽ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ഞാൻ ചേട്ടനോട് ഒരു ഭയങ്കര കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് പലരും ഫോർവേഡ് ചെയ്യാറുണ്ട് നമ്മൾ ഈ പെറ്റീഷൻസ്. കാര്യം ഞാൻ തന്നെ ഇൻസ്റ്റയിൽ റീൽ ചെയ്തിട്ടുണ്ട്, മച്ചന്മാരെ ഇതേ നമ്മൾ ഈ പെറ്റീഷൻ ചെയ്യുവാണെങ്കിൽ നമ്മൾ യു കെയിൽ വന്ന റൂൾസിൽ എന്തെങ്കിലും ഇളവ് വരും, അങ്ങനെ നമ്മൾ ഈ പെറ്റീഷൻസ് ചെയ്യണതിൽ വല്ല കാര്യമുണ്ട്? കാര്യം ഞാൻ അതിൻ്റെ പുറകെ ഒത്തിരി നടക്കുന്നുണ്ട്. അതിനകത്ത് ജെനുവിൻ ആയിട്ടുള്ളത് കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇതിൽ 90% ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അത് നമ്മൾ യു കെയുടെ ഗവൺമെന്റ് സൈറ്റിൽ നിന്ന് തന്നെ എടുക്കണം. ഗവൺമെന്റ് സൈറ്റിൽ നിന്ന് ഈസി ആയിട്ട് പറ്റും. കാരണം HMRC പറഞ്ഞിട്ട് അക്കൗണ്ടിൽ കിടക്കുന്ന കാശ് ഈസി ആയിട്ട് അടിച്ചുകൊണ്ട് പോകുന്ന നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് കേട്ടോ. ഞാൻ തന്നെ ഒത്തിരി ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. അതൊന്നും ചെയ്യരുത്, അങ്ങനെ വരുന്നൊന്നും ചെയ്യില്ല. നമ്മൾ ജെനുവിൻ ആണോ എന്ന് കൃത്യമായിട്ട് നമുക്കൊന്ന് അനലൈസ് ചെയ്ത് പഠിക്കേണ്ടതുണ്ട്. അതിന് കുറേ പണിയുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്തിനാണെന്ന് വെച്ചാൽ പേര്, ഫോൺ നമ്പർ, ഇമെയിൽ ഇത്രയും കിട്ടിയാൽ മതി. ഈ ഡാറ്റ സെറ്റിൽ ചെയ്ത് ഇൻഷുറൻസുകാർ മുതൽ ഈ നാട്ടിലുള്ള സർവ്വ ആളുകൾ അതിനായിട്ട് അലക്കി ഉപയോഗിക്കും. എന്നിട്ടാണ് നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ കാണത്തില്ലേ, ഞാനും ഇൻഷുറൻസ് മേഖലയിലൊക്കെ ഒത്തിരി വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇങ്ങനെയൊന്നും, ഞാൻ ആരുടെയും ഡാറ്റയൊന്നും മേടിച്ചില്ല. ഞാൻ ഇഷ്ടം പോലെ ആളുകൾക്ക് ക്ലാസ് എടുക്കാൻ പോയിട്ടുണ്ട്. 10, 100, 150 ആളുകൾക്ക് ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട്. അവർക്ക് എഡ്യൂക്കേഷൻ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. എന്നിട്ട് പോരാൻ നേരത്ത് ഒരാളുടെയും നമ്പർ മേടിക്കാതെ ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ അവർ പറയും നമ്പർ വേണമെങ്കിൽ ഞാൻ പറയും, ആര് പറഞ്ഞു നിങ്ങൾക്ക് നമ്പർ, മറ്റൊരാളുടെ റിട്ടേൺ കൺസെൻറ്റ് ഇല്ലാതെ അവരുടെ ഡാറ്റ കൈമാറ്റം ചെയ്യുമ്പോഴാണ് നിങ്ങളോട് ആര് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഞാൻ പോരും. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളിക്കൂ. നിങ്ങൾക്ക് എന്നെ ആവശ്യമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങൾ എന്നെ വിളിക്കൂ. നിങ്ങളുടെ ബ്രെയിൻ ഞാൻ എന്തിനാണെന്ന് എടുത്തിട്ട് അമ്മാനമാടുന്നത്. നിങ്ങൾക്കറിയില്ലാത്തൊരു കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നു, എന്നിട്ട് നിങ്ങൾ ആലോചിക്കും നിങ്ങൾക്ക് ഇത് ആവശ്യമാണോ. അതല്ലേ അതിൻ്റെ ശരി. അതല്ലാതെ ചേട്ടാ ചേച്ചി എന്ന് പറഞ്ഞിട്ട് രാവിലെയും വൈകിട്ട് ഉച്ചയ്ക്ക് ഇരുന്നിട്ട് ഇങ്ങനെ വിളിച്ച് അവരെ ശല്യം ചെയ്ത് അവരെ തെറ്റിദ്ധരിപ്പിക്കുക, എന്നിട്ട് അവർക്ക് ഇതൊക്കെ കൊടുക്കണോ ഇൻഷുറൻസ് ഒക്കെ? നോ, അങ്ങനെ വേണ്ടെന്നേ. ഞാൻ ചോദിക്കട്ടെ, നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ അറിവില്ലാഞ്ഞിട്ടല്ലോ നിങ്ങൾ എൻ്റെ അടുത്ത് വന്നത്, അല്ലെങ്കിൽ എൻ്റെ ഒരു കൺസൾട്ടേഷൻ മേടിച്ചത്. നിങ്ങൾക്ക് ആ ഏരിയയിൽ അറിവില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം. അതിൻ്റെ അർത്ഥം ഞാൻ കേമനാണെന്നല്ല. നിങ്ങളും ഞാൻ നമ്മൾ അറിവിൽ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. എനിക്കറിയാവുന്ന കാര്യം നിങ്ങൾക്കറിയില്ല എന്നതും നിങ്ങൾക്കറിയാവുന്ന എല്ലാ കാര്യവും എനിക്കറിയില്ല എന്നതും ഉള്ളൂ നമ്മൾ തമ്മിലുള്ള വ്യത്യാസം. അതിൻ്റെ പേരിൽ എന്തിനാണെന്നേ മറ്റുള്ളവരുടെ ബ്രെയിൻ നമ്മളെടുത്തിട്ട് കിളയ്ക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അങ്ങനെ വേണ്ടെന്നേ. അതിന് പകരം നമ്മളവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് വെറും കൈയോടെ ഒരു ടാറ്റായും പറഞ്ഞിട്ട് നിങ്ങൾക്ക് വേണേൽ എന്നെ വിളിച്ചോ എന്നും പറഞ്ഞെങ്കിൽ പോന്നാൽ മതി. അവർ നമ്മളെ വിളിക്കും, നമ്മുടെ അപ്പോയിൻമെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യും. നമ്മളെ എന്നാണ് ഒന്ന് കിട്ടുന്നതെന്ന് കരുതി വെയിറ്റ് ചെയ്യും. ചേട്ടൻ്റെ അപ്പോയിൻമെൻറ്റ് എന്നാണ് ഒന്ന് കിട്ടുന്നതെന്ന് ചോദിക്കുന്ന 100 കണക്കിന് ആളുകൾ ഇപ്പോഴും ഉണ്ട്. എനിക്ക് ചേട്ടൻ്റെ അടുത്ത് ഒരു ഇൻഷുറൻസ് എടുക്കണം എന്ന് പറയുന്ന ആളുകളുണ്ട്. ഞാൻ ചേട്ടന് വേണ്ടി 1 മാസം വേണമെങ്കിലും വെയിറ്റ് ചെയ്യാം എന്ന് പറയുന്ന ആളുകളുണ്ട്. എന്താ കാരണം എന്നറിയോ? എൻ്റെ വലിപ്പം കണ്ട ഒന്നുമില്ല, ആ ചേട്ടന് ഭയങ്കര തിരക്കാണെന്ന് പറയുന്ന ആളുകളുണ്ട്. എന്തേ?
ആര് പറഞ്ഞു ഇത്രയും നേരം നമ്മൾ എത്ര നേരമായി ഇപ്പോഴും സംസാരിക്കും? എനിക്ക് വല്ല തിരക്കുമുണ്ടോ? ഒരു തിരക്കുമില്ല. തിരക്ക് അഭിനയിക്കാതിരുന്നാൽ മതി. ഈ തിരക്കില്ലാത്ത മനുഷ്യർ ലോകത്ത് ആരാ ഉള്ളേ? ഞാൻ ചോദിക്കട്ടെ, ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് പറയാ എനിക്ക് തിരക്കാന്ന് പറയാം, ആ പഞ്ചായത്തിലുള്ള ആളുകളുടെ ഒരു കാര്യം നടക്കുമോ? ഒരു ജില്ലയുടെ ഭരണാധികാരി പറയാണ്, ജില്ലാ കളക്ടർ പറയാണ് എനിക്ക് തിരക്കാ കേട്ടോ, കാരണം ഒരു ജില്ലയുടെ മുഴുവൻ കാര്യം ഞാൻ നോക്കണമെന്ന് പറഞ്ഞാൽ ആ ജില്ലയിൽ എന്തെങ്കിലും നടക്കുമോ? ഒരു ചീഫ് എക്സിക്യൂട്ടീവായ ചീഫ് മിനിസ്റ്റർ പറയാണ് എനിക്ക് 3.5 കോടി ജനങ്ങളെ നോക്കണമെന്ന് കേരള മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ എന്തെങ്കിലും കാര്യം നടക്കുമോ? ഒന്നുമില്ലല്ലോ. ഇതൊക്കെ പോട്ടെ, ഒരു കുടുംബനാഥൻ പറയാ ഞാൻ ഭയങ്കര തിരക്കിലാണ് കേട്ടോ, അതുകൊണ്ട് ഭാര്യയുടെ മക്കളുടെയും കാര്യം നോക്കാൻ എനിക്ക് പറ്റുന്നില്ല കേട്ടോ എന്ന് പറഞ്ഞാൽ എങ്ങനെയുണ്ടാവും? തിരക്ക് അഭിനയിക്കാതിരുന്നാൽ മതി, എല്ലാ കാര്യവും നോക്കും. ഞാൻ പ്രധാനമന്ത്രിയുടെ അടുത്തേക്കൊന്നും പോകുന്നില്ല, പിന്നെ അത് പിന്നെ 135 കോടി 135 കോടി ജനങ്ങളെ നോക്കേണ്ട കാര്യമല്ലേ. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ, തിരക്ക് എല്ലാവർക്കും ഉണ്ട്, തിരക്ക് അഭിനയിക്കാതിരുന്നാൽ മതി. നമ്മൾ മറ്റൊരാൾക്ക് കൊടുക്കുന്ന കോൺസെപ്റ്റ് അത് ആരുടെ ഔദാര്യമൊന്നുമല്ല, നമ്മൾ പഠിച്ചത് അതായതുകൊണ്ട് നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. അതിൻ്റെ അർത്ഥം നമ്മളെ കേൾക്കുന്നവർ പൊട്ടന്മാരാണെന്ന് കരുതരുത്. അപ്പോൾ അവർ ചീറ്റ് ചെയ്യരുത്. ഈ പറഞ്ഞ കാര്യങ്ങളിൽ കൂടെ പെറ്റീഷൻ എന്നാ ഇട്ടോന്നും പറഞ്ഞിട്ട് കിട്ടും, കംപ്ലീറ്റ് ഡീറ്റെയിലും ഇതങ്ങ് ഇട്ട് കൊടുത്തു കഴിയുമ്പോൾ അവരുടെ മുഴുവൻ പേര്, അവരുടെ പിന്നെ കോൺടാക്ട് നമ്പർ, ഇമെയിൽ, ഇത് മുഴുവൻ അവർക്ക് കിട്ടി. എന്നിട്ട് ഇത് വെച്ചിട്ട് നാളെ മുതൽ പിന്നെ അലക്കങ്ങ് തുടങ്ങും. എന്നിട്ട് ഇത് ഈ പറഞ്ഞ ടീമുകൾക്കൊക്കെ വിൽക്കും, അവർക്ക് വിൽക്കും. ഡാറ്റ സെല്ലിംഗ് ഈസ് എ ബിഗ് സ്കാം ഇൻ ദ വേൾഡ് എന്ന് ഞാൻ പറയും. ശരിയാണ്, നമ്മൾ പലരും അറിവില്ലായ്മയാണ് നമ്മുടെ പ്രശ്നം. അറിവില്ലായ്മയല്ല, പേടി. കാരണം എൻ്റെ ദൈവമേ, എൻ്റെ ജോലി പറിക്കാൻ പോകില്ലേ, അപ്പോൾ ഇങ്ങനത്തെ സാധനം വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ ഞാൻ അടിച്ചു പിടിയല്ലേ. ആ വീക്ക്നെസ്സാണ് മുതലെടുക്കുന്നത് ഒരു ഭാഗം ആളുകൾ. ഇപ്പോൾ ഇവിടെ വിസ ഉണ്ടെന്ന് കേട്ടത് നാട്ടിൽ എത്ര കൂണ് പോലെ മുളച്ചു വന്ന വിസ കൺസൾട്ടൻറ്റുമാരും ഏജൻറ്റുമാരും ഉണ്ടായി. എത്ര കുടുംബങ്ങളുടെ പൈസകൾ അവർ അടിച്ചു മാറ്റി. ഇവിടെ കയറ്റി വിട്ടവരുണ്ട്, ഫേക്ക് COS അടക്കം അടിച്ചു കൊടുത്ത്. ഈസ്റ്റ്ഗ്രാമിലൊക്കെ കണ്ടില്ലേ, ഈസ്റ്റ്ഗ്രാമിലൊരു കല്ല് പൊക്കി നോക്കി അതിൻ്റെ അടിയിലുണ്ട് 10 പേര് ജോലിയില്ലാതെ കിടന്നുറങ്ങുന്നത്. സത്യം, നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങൾ ഈസ്റ്റ്ഗ്രാമിലുണ്ടായിരുന്നു. ഒരു കല്ല് പൊക്കി, അതൊരു സർക്കാസ്റ്റിക് ആയിട്ട് പറയുന്ന കേട്ടോ, ഒരു കല്ലിങ്ങനെ പൊക്കി നോക്കി അതിൻ്റെ അടി 10 പേര്, നമ്മൾ പറയും ഉറുമ്പൊക്കെ ഇരിക്കുന്നു, 10 പേര് പണിയില്ലാതെ കിടന്നുറങ്ങുന്ന സ്ഥലമാണ്. അത്രമാത്രം ജനത്തെ അവിടെ കൊണ്ടുവന്ന് പറ്റിച്ചിട്ടുണ്ട്. അപ്പം ഇത് ഇനി നമ്മൾ മാത്യു ചേട്ടൻ്റെ അടുത്ത് തന്നെയായിരിക്കും, ഇനി നമ്മുടെ വീട് തുടങ്ങിയായിരിക്കും. കാര്യം മാത്യു ചേട്ടൻ്റെ അടുത്ത് സംസാരിച്ചു കഴിഞ്ഞാൽ ഇത് നമുക്ക് സമയം പോണ അറിയോ ഇല്ല, പിന്നെ അത്ര അധികം ഇൻഫർമേഷനാണ് കിട്ടുന്നത്. ഇനി നമുക്ക് ഇവിടുന്ന് ഏകദേശം 2 മണിക്കൂർ യാത്ര ചെയ്ത് പോകാനുണ്ട്. അല്ല, ഇന്നിവിടെ കിടക്കാം, നാളെ ജോലിയുണ്ട്. അപ്പം ഇത്രയും നേരം നമ്മളോട് ടൈം സ്പെൻഡ് ചെയ്ത മാത്യു ചേട്ടന് ഒരു ബിഗ് താങ്ക്സ്. നമുക്ക് അറിയാത്ത ഒത്തിരി കാര്യങ്ങൾ പേരൻറ്റിങ്ങിനെ പറ്റിയാണെങ്കിലും ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പുതിയതായിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റി. അപ്പം സമയം കിട്ടുമ്പം നമ്മളെക്കാളും എക്സ്പീരിയൻസും ജീവപരിചയമുള്ള ആളുകളായിട്ട് നമ്മൾ സമയം കണ്ടെടുത്ത് അവരോട് പോയി സംസാരിക്കണം. അപ്പം നമുക്ക് കിട്ടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു ഭാഗ്യമായിട്ടാണ് ഇന്ന് ഞാൻ കൺസിഡർ ചെയ്യണത്. ഇന്ന് ഞാൻ വേറൊരു ആവശ്യത്തിന് വന്നതാണ്, പക്ഷെ നമ്മുടെ കുറച്ച് ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യാൻ തയ്യാറായപ്പോൾ മാത്യു ചേട്ടൻ അതിനേക്കാളും കൂടുതൽ ടൈം ഇങ്ങോട്ട് സ്പെൻഡ് ചെയ്യാൻ തയ്യാറായി എന്നുള്ളതാണ് അതിനും വലിയ സത്യം. അപ്പോൾ എനിവേ ബിഗ് താങ്ക്സ്. എൻ്റെ ആ ലിങ്ക് എല്ലാവർക്കും ആവശ്യമുണ്ട്, വല്ലതും നടന്നോട്ടെ കേട്ടോ. അപ്പോൾ മാത്യു ചേട്ടൻ്റെ ചാനലിൽ എങ്ങനെ വീട് വാങ്ങാം, എങ്ങനെ ഇൻഷുറൻസ് എടുക്കാം, അതുപോലെ ഒത്തിരി പച്ചയായ സത്യങ്ങൾ പച്ചയായ രീതിയിൽ തന്നെ നമ്മൾ സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആ ചാനലൊന്ന് വിസിറ്റ് ചെയ്യണമെന്ന് എൻ്റെ ഒരു പേഴ്സണൽ റിക്വസ്റ്റാണ്. അപ്പോൾ ഇറ്റ്സ് മീ അബി സൈനിങ് ഓഫ് ഫ്രം അബീസ് UK ചാനൽ. ബൈ. താങ്ക് യു. ബൈ.